തൊഴിൽ തട്ടിപ്പിനിരയായി കംബോഡിയയിൽ കുടുങ്ങിയ കുടുംബനാഥനെ തിരികെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് കോഴിക്കോട്ടെ ഒരു കുടുംബം. കൂത്താളി സ്വദേശി കുന്നുമ്മൽ രാജീവനാണ് മാസങ്ങളായി കംബോഡിയയിൽ കുടുങ്ങിക്കിടക്കുന്നത്. രക്ഷിക്കണമെന്നും ഇല്ലെങ്കിൽ മരിച്ചുപോകുമെന്നും പറഞ്ഞ് 3 മാസം മുൻപാണ് ഏറ്റവും ഒടുവിൽ രാജീവൻ വീട്ടിലേക്ക് വിളിച്ചത്. രാജീവൻ ജീവനോടെ ഉണ്ടാവും എന്നാണ് നമ്മളുടെ എല്ലാം പ്രതീക്ഷ. സിനോജ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ഏതാനും മാസം മുൻപാണ് തൊഴിൽ തട്ടിപ്പിനിരയായി കംബോഡിയയിൽ കുടുങ്ങിയ 7 മലയാളി യുവാക്കൾ തിരികെ എത്തി അവിടെ നടന്ന പീഡനത്തിന്റെ വിവരങ്ങൾ പുറത്തേക്ക് പറഞ്ഞത്. അതിനുശേഷവും അവിടെ മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന വിവരം പുറത്തു വന്നിരുന്നു. അങ്ങനെ തൊഴിൽ തട്ടിപ്പിന് ഇരയായി തായ്ലൻഡിലേക്കെന്ന് പറഞ്ഞുകൊണ്ട് ജോലിക്ക് അതും മലയാളികൾ തന്നെയാണ് കൊണ്ടുപോയത്. തായ്ലൻഡ് വഴി കംബോഡിയയിലെത്തി മാസങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന കൂത്താളി സ്വദേശി രാജീവിന്റെ കുടുംബമാണ് എനിക്കൊപ്പം ഉള്ളത്. പല സ്ഥലത്ത് ഇവർ പരാതി നൽകിയിരുന്നു. പക്ഷേ ഇതുവരെ രാജീവിന് നാട്ടിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ അച്ഛൻ എപ്പോഴാണ് വിളിച്ചത്? സെപ്റ്റംബർ 14-ാം തീയതി ഒരു 7 മണി സമയത്ത് എന്നെ വിളിച്ചത്. അന്നപ്പോൾ കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. അച്ഛനാണ് സംസാരിക്കുന്നതെന്ന് പോലും മനസ്സിലാവും. ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്, സൗണ്ട് ഇല്ല. അപ്പോൾ കരഞ്ഞുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്, എന്നെ ഇവിടുന്ന് പെട്ടെന്ന് രക്ഷിക്കൂല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് എന്നോട് പറഞ്ഞത്. ഇവർ ഉപദ്രവിക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നില്ല, പിന്നെ അച്ഛൻ്റെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ എങ്ങോട്ടോ മാറ്റിക്കളഞ്ഞ് അവിടെ എത്രയോ ആൾക്കാർ മരിച്ചു എന്ന് പറഞ്ഞ്. അവർ ഈ തലയിൽ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ട് ഈ മരുന്ന് കൊടുത്തിട്ട് അത് കുടിച്ച് മരിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇയാൾ 18-ാം തീയതി പെരുവണ്ണാമൂഴി പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കേസ് ഫയൽ ചെയ്ത്. അപ്പോൾ അവർ പറഞ്ഞ് അന്വേഷിക്കുന്നുണ്ട്, പെട്ടെന്ന് കണ്ടെത്താനാവൂല, സൈബർ സെൽ വഴി ഇപ്പോൾ വാട്സപ്പ് കോൾ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനാവൂല എന്നാണ് പറഞ്ഞത്. പിന്നെ MLAക്കും MP വഴിയൊക്കെ ഞങ്ങൾ മെയിൽ അയക്കുകയും നേരിട്ട് പോയി കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, പ്രധാനമന്ത്രിക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുരളി എന്ന് പറഞ്ഞൊരു ഏജൻറ്റ് വഴിയാണ് അച്ഛൻ പോകുന്നത്. അയാൾ പത്തനംതിട്ടക്കാരനാണ്. അയാൾ തായ്ലൻഡിലാണ്. അച്ഛൻ ആദ്യം അയാളെ റൂമിലായിരുന്നു കുറച്ച് ദിവസം. പിന്നെ ഇയാളെ അച്ഛൻ്റെ കൂടെ ആദ്യം ജോലി ചെയ്തൊരു ജോർജ് എന്ന് പറഞ്ഞ ഒരാൾ റൂമിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ജോർജിൻ്റെ ഏജൻറ്റാണ് പിന്നെ അച്ഛനെ കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. ഇതിനു മുൻപ് രക്ഷപ്പെട്ട് വന്നവരൊക്കെ തന്നെ സ്വന്തം റിസ്കിലാണ് ഈ കംബോഡിയയിൽ നിന്ന് ജീവൻ പണയം വെച്ച് രക്ഷപ്പെട്ട് ഇന്ത്യൻ എംബസി വഴി തിരികെ നാട്ടിലെത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അബിൻ ബാബു എന്ന് പറയുന്ന പേരാമ്പ്ര സ്വദേശി മടങ്ങിയെത്തിയിരുന്നു. അതും അവരുടെ റിസ്കിൽ തന്നെയാണ് മടങ്ങിയെത്തിയിരിക്കുന്നത്. ഏതായാലും രാജീവിൻ്റെ ഭാര്യയും മകളും രാജീവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്ക് സാധ്യമായ രീതിയിലൊക്കെ തന്നെ നൽകാൻ കഴിയുന്ന സ്ഥലത്തൊക്കെ തന്നെ അവർ പരാതി നൽകിയിട്ടുണ്ട്. ഇനി നയതന്ത്ര തലത്തിൽ ഇടപെട്ട് രാജീവിനെ ഉടൻ തന്നെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബമുള്ളത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മകേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ന്യൂസ് റിപ്പോർട്ടർ. സിനോജിന്റെ ഈ റിപ്പോർട്ട് ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് ഒരു മുന്നറിയിപ്പായി തന്നെ ഞങ്ങൾ നൽകുകയാണ്. കംബോഡിയയിലും തായ്ലൻഡിലേക്കും അടക്കം മറ്റു വിദേശത്തേക്ക് ഒരു തരത്തിലുള്ള മാനദണ്ഡവും ഇല്ലാതെ ആളുകളെ കയറ്റി കൊണ്ടുപോയിരുന്നു ചില ആളുകൾ. അതിൽ ചില മലയാളികളാണ് ഇടപെട്ടത്. ഇവിടെ കൊണ്ടുപോകുന്നത് കംബോഡിയയിലേക്ക് ഓൺലൈൻ തട്ടിപ്പിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ ഇടയിലേക്കാണ് ഇവരെ കൊണ്ടുപോകും. കൊടിയ പീഡനമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ കംബോഡിയയിലേക്കും തായ്ലൻഡിലേക്കും ആളെ ജോലിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പരസ്യങ്ങൾ വന്നാൽ അത്ര പെട്ടെന്ന് നിങ്ങൾ അവരുടെ ഇടയിൽ പോയി തലയിൽ ആ കെണിയിൽ തലവെച്ച് കൊടുക്കരുത്. പ്രത്യേകിച്ച് രാജീവൻ്റെ അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. 3 മാസമായി കുടുംബവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വീട്ടുകാർക്ക് അറിയില്ല. സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളുടെയൊക്കെ പിന്തുണയും സഹായവും തേടിയിരിക്കുകയാണ് ആ കുടുംബം. പ്രത്യേകിച്ച് കംബോഡിയയിലേക്ക് ജോലിക്ക് എന്ന് പറഞ്ഞ് തായ്വാനിലേക്ക് ജോലിക്ക് എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ ഒന്ന് സംശയിക്കണം. കാരണം അതൊന്നും അത്ര പ്രോപ്പറായിട്ടുള്ള കടത്തല്ല എന്നുള്ളത് കൊണ്ടാണ്. പ്രോപ്പറായിട്ടുള്ള ജോലി വിഷയങ്ങളല്ല, അതിലൊക്കെ വലിയ ദുരൂഹതകളും തട്ടിക്കലുകളുമുണ്ട്. തുടർച്ചയായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം.